റോയ് ചായ, ചെറിയൊരു ശമ്പള വർധനവിന് വേണ്ടിയിട്ട് കേരളത്തിലെ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുകയാണ്. ആ സമയത്ത് സെക്രട്ടേറിയറ്റിൽ ചേർന്ന മന്ത്രിസഭാ യോഗം PSC ചെയർമാന്റെ അംഗങ്ങളുടെ ശമ്പളം വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചു. ഇതെന്ത് പരിഗണനയാണ് സാധാരണക്കാരന് സർക്കാർ കൊടുക്കുന്നത്? നമ്മളതാണല്ലോ കുറച്ച് നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ പാവപ്പെട്ടവരുടെ സർക്കാർ എന്നുള്ള മുദ്ര മാറ്റിയിട്ട് മറ്റു പലരുടെയും സർക്കാരാണെന്ന് തോന്നുന്ന തരത്തിലേക്കാണ് നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, PSC മെമ്പറും PSC ചെയർമാൻ അടക്കം 20 പേർക്കുള്ള ശമ്പള വർധനം. അത് തന്നെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് പോലും ഇത്രയും അംഗങ്ങൾ, UP-യിൽ പോലും, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള UP-യിൽ പോലും കേവലം 7 പേരാണ് അവിടെ PSC അംഗങ്ങൾ. ഇവിടെ ആകെ 3.5 കോടി ജനങ്ങളുള്ള സ്ഥലത്താണ് 20 പേരെ കൊണ്ട് പ്രതീക്ഷിച്ചത്. അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രതീക്ഷിച്ചതാണ്. രാഷ്ട്രീയ അക്കോമഡേഷന് വേണ്ടി ചെയ്ത പണിയാണ്. അത് സംസ്ഥാനത്തിന് വലിയ പാരയായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആശാ വർക്കർമാർ 1600 രൂപ പ്രതിമാസ ക്ഷേമ പെൻഷൻ കിട്ടുന്ന മറിയക്കുട്ടി അമ്മച്ചിയെ പോലുള്ള സാധാരണക്കാർ പിച്ചയെടുത്ത് റോഡിലിറങ്ങുന്ന സമയത്താണ് ഒരു പണിയുമില്ല, അല്ലെങ്കിൽ അത്ര വലിയ കാര്യമായ പണിയൊന്നും ഇല്ലാതിരിക്കുന്ന PSC അംഗങ്ങൾക്ക് 20 പേർക്ക് ഈ വലിയ പടുകൂറ്റൻ ശമ്പള വർധനം നടത്തിയിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന ശമ്പളത്തേക്കാൾ 1 ലക്ഷം രൂപയുടെ ശമ്പള വർധനമാണ് 2 പേർക്ക്, ഈ 20 പേർക്കും, ചെയർമാനും അംഗങ്ങൾക്കും. ചെയർമാൻ്റെ ശമ്പളം 2,33,000 ആയിരുന്നു, അത് 3.5 ലക്ഷമാക്കി കൂട്ടി. അംഗങ്ങളുടേത് 2,23,000 ആയിരുന്നത് അതിപ്പോൾ 3,33,000 ആക്കി മാറ്റി. അപ്പോൾ ഇത്ര വലിയ പടുകൂറ്റൻ വർധനമാണ് നടത്തിയിരിക്കുന്നത്. ഇതിന് പറയുന്ന ന്യായീകരണം മറ്റ് സംസ്ഥാനങ്ങളിലെ ശമ്പളവുമായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിൽ പാരിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കുക, നമ്മുടെ ഈ സംസ്ഥാനത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ 1600 രൂപ പ്രതിമാസ പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ മരുന്നും മറ്റ് സംഭവങ്ങളും അവരുടെ ആരോഗ്യവും തന്നെ അപകടത്തിലായിരിക്കുന്ന ഒരു സമയത്ത് കാറ്, വീട്ടുവാടക, അങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും പുറമെ പെൻഷനും കിട്ടുന്ന ഒരു ജനവിഭാഗത്തിലാണ് കേവലം 20 പേർക്കാണ് ഈ വലിയ ആനുകൂല്യങ്ങൾ നൽകുന്നത്. അപ്പോൾ ഈ സർക്കാർ പ്രയോറിറ്റി എന്താണെന്നുള്ളതാണ്. ഇവർക്ക് 2,30,000 അല്ലെങ്കിൽ അതിനോട് അടുപ്പിച്ച തുക കിട്ടുന്നുണ്ട്, അതുപോലെ കേരളത്തിൽ ഈ തരത്തിൽ ശമ്പള വർധന ഉണ്ടായിരിക്കുന്ന ജീവനക്കാർക്ക് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കുണ്ടോ? ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ 20 പേരെയാണോ നിങ്ങളുടെ പ്രാധാന്യം, അതോ ആശാ വർക്കർമാർ കേരളത്തെ നമ്പർ 1 ആക്കിയ, ആരോഗ്യരംഗത്തെ നമ്പർ 1 ആക്കിയതിൽ ഒരു 50% കോൺട്രിബ്യൂഷൻ ഉള്ളവരാണ് ആശാ വർക്കർമാർ. അവരുടെ ശമ്പളം കിട്ടാത്തതിൻ്റെ പേരിൽ, വേതനം കിട്ടാത്തതിൻ്റെ പേരിൽ, വേതന വർധനമില്ലാത്തതിൻ്റെ പേരിൽ ആ പാവങ്ങളായ സ്ത്രീകൾ ഇവിടെ വന്ന് അവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ആരോഗ്യമന്ത്രി അടക്കം അവരെ അപമാനിക്കുന്ന രീതിയിലാണ് അത് തന്നെ. അപ്പം അങ്ങനെ ഇത്രയും വലിയ വെയിലത്ത് വന്ന്, ഈ ചൂട് കൂടിയ നേരത്ത് വന്ന് അവരിവിടെ റോഡിലിരിക്കുകയാണ്. എന്നിട്ട് അവർക്കെതിരെ കലാപത്തിന്, ശമ്പള വർധനവ് കൂട്ടിച്ചോദിച്ചു എന്ന് പറഞ്ഞാൽ കലാപത്തിന് കേസുകൂടെ എടുത്തിരിക്കുകയാണ്. ഇതാണ് ഒരു ജനാധിപത്യ സർക്കാരിനെ, അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ സർക്കാരാണെന്ന് വലിയ പെരുമ്പറ കൂട്ടുന്ന സർക്കാരിൻ്റെ സമീപനം ഇതാണ്. മറുവശത്ത് ഒരു സംഘം ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാ വർഷവും ശമ്പളം കൂട്ടിക്കൊടുക്കുന്ന, വലിയ കൂറ്റൻ ശമ്പളം വാങ്ങുന്ന വേറൊരു സംഘം ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ കിഫ്ബിയുടെ ചെയർമാനായിരിക്കുന്ന ഡോക്ടർ KM എബ്രഹാമിന് വർഷാവർഷം, കേരളത്തിൽ വേറെ ഒരു ഉദ്യോഗസ്ഥന് പോലും വർഷാവർഷം ശമ്പള വർധനവ് കൂട്ടിക്കൊടുക്കുന്ന സമ്പ്രദായമില്ല. അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് വേണ്ടി അനുകൂലമായ രീതിയിൽ നിയമനങ്ങളും ഉത്തരവുകളും പാസ്സാക്കിയിട്ട് ഇറങ്ങിപ്പോയ ആളാണ്. അപ്പോൾ എല്ലാ വർഷവും അദ്ദേഹത്തിന് 10% ശമ്പള വർധനവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശമ്പളം ഏതാണ്ട് 4 ലക്ഷത്തിന് കവിഞ്ഞിരിക്കുകയാണ്. വേറൊരാളാണ് VP ജോയി എന്ന് പറയുന്ന മുൻ ചീഫ് സെക്രട്ടറി. അദ്ദേഹം ഇരിക്കുന്ന തസ്തികയ്ക്ക് ഇതേപോലെ തന്നെ വലിയ തോതിലുള്ള ശമ്പളം. കേരളത്തിലെ ഒട്ടുമിക്ക ചീഫ് സെക്രട്ടറിമാരും ഇപ്പോൾ സംസ്ഥാനത്തെ വിവിധ തസ്തികകളിൽ ഇരിപ്പുണ്ട്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും അവരൊക്കെ തന്നെ വലിയ തോതിൽ ഉള്ള ശമ്പളമാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വശത്തൂടെ ധൂർത്തും മറ്റ് ആഡംബരങ്ങളും നടക്കുന്നു, മറുവശത്തൂടെ ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാർ ഖജനാവ് തുറക്കുന്ന രീതിയിലുള്ള ശമ്പളങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ PSCക്ക് കൊടുക്കുന്ന ഈ വർധനവ്, ഇത് ഏത് തരത്തിലാണ് സർക്കാർ ന്യായീകരിക്കുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട് എല്ലാ ആനുകൂല്യങ്ങളും, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് കൂടെ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റ് രംഗത്ത് കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതൊന്നും ചെയ്യുന്നില്ല. എന്നിട്ടാണ് നിങ്ങൾ വിരലിലെണ്ണാവുന്നവർക്ക് വേണ്ടി ഈ ആനുകൂല്യങ്ങൾ കൊടുക്കും. ഇതെല്ലാം രാഷ്ട്രീയ നിയമനങ്ങൾ ലഭിച്ചവരും ഈ കേരളത്തിൽ ഒന്ന് നോക്കിയാൽ മതി. ഈ കഴിഞ്ഞ ഒരു 8 വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള PSC വഴി നടന്നിട്ടുള്ള നിയമനങ്ങളുടെ എണ്ണം എടുത്താൽ പോരെ, അതിൻ്റെ 10 ഇരട്ടി നടന്നിട്ടുണ്ട് പിൻവാതിൽ നിയമനം, ഇല്ലേ? അപ്പം അങ്ങനെ ആണ്ടിലൊരിക്കൽ നടക്കുന്ന ഒരു നിയമനത്തിനാണ് ഇത്രയും പേരെ വട്ടം കൂട്ടിയിരുത്തിയിട്ട് എത്ര പേരുടെ സെലക്ഷൻ നടത്താനാണ്? ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇഷ്ടമുള്ള ശമ്പളം കൊടുക്കുന്നു, അവർക്ക് വർധന കൊടുക്കുന്നു, ആനുകൂല്യങ്ങൾ കൂട്ടി കൊടുക്കുന്നു, വർഷാവർഷം പുതിയ കാറ് വാങ്ങാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ഇതെല്ലാം നടക്കുകയാണ്.
മറുവശത്തോ ഈ ആനുകൂല്യങ്ങൾ കിട്ടാത്തവർ, അല്ലെങ്കിൽ പെൻഷൻ കിട്ടാത്തവർ, സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചവർ ഒരുപാട് പേരുണ്ട്. ഈ സർക്കാർ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ട വലിയൊരു ജനവിഭാഗമുണ്ട്. അതുപോലെ തന്നെ പണമില്ലാത്തതിൻ്റെ പേരിൽ ആശുപത്രികളിലുള്ള മരുന്നുകൾ വെട്ടിക്കുറച്ചതിൻ്റെ പേരിൽ അത് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ പ്രധാന വാർത്തയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസിന് മരുന്ന് കിട്ടാത്തതിൻ്റെ പേരിൽ വൃക്കരോഗികൾ റോഡിലിറങ്ങി ആശുപത്രി പരിസരത്ത് പ്രതിഷേധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വശത്ത് വലിയ തോതിൽ ജനങ്ങൾ പണമില്ലാത്തതിൻ്റെ പേരിൽ ദുരിതവും ദുരന്തവും അനുഭവിക്കുമ്പോൾ, മറുവശത്ത് സുഖിമാന്മാരായ ഒരു കൂട്ടം ആൾക്കാർക്ക് ഇഷ്ടം പോലെ വാരിക്കോരി സർക്കാർ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെ ഏതൊരു തരത്തിൽ ന്യായീകരിക്കും? ജനങ്ങളിതൊക്കെ കാണുകയാണ്. ഈ വെട്ടിക്കറക്കുന്നതിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ ഈ ആശാ വർക്കർമാരല്ല, അവരുടെ അടുത്ത് കേരളത്തിലെ കുറച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികളും സമരം ചെയ്യുന്നുണ്ട്. അവർക്ക് 18 വയസ്സിന് ശേഷം നൽകിയിരുന്ന ഗ്രാന്റ് വെട്ടിക്കുറച്ചു, അവർക്ക് അത് റദ്ദാക്കി. അതായത് നമ്മുടെ നാട്ടിൽ ഈ ആരോഗ്യക്ഷേമ രംഗത്ത് നൽകിയിരുന്ന പല ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെട്ട അവസ്ഥയിലാണ്. അപ്പോൾ അതിനെല്ലാം പറയുന്ന സ്റ്റാൻഡേർഡ് ന്യായം, അച്ചടിച്ചു വെച്ചിരിക്കുന്ന ന്യായം എന്ന് പറയുന്നത് പണത്തിന്റെ അപര്യാപ്തതയാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഇതൊന്നും നടക്കാത്തതെന്ന് പറയുന്നത്. ക്ഷേമ പെൻഷൻ കൂട്ടാത്തത് അതുകൊണ്ടെന്നാണ്. ക്ഷേമ പെൻഷൻ കൂട്ടാത്തതിന്റെ കാരണമായിട്ട് എല്ലാം പറയുന്ന ന്യായങ്ങളാണത്. പക്ഷെ മറുവശത്ത് ഇതേപോലുള്ള ഈ ഒരു സംഘം സർക്കാരിൻ്റെ ഒട്ടി നിൽക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും അല്ലെങ്കിൽ മറ്റ് സ്ഥാനത്തിരിക്കുന്നവർക്കും ഒക്കെ ഇഷ്ടം പോലെ വാരിക്കോരി കിട്ടുന്നുണ്ട്. ഇതിനൊക്കെ എന്ത് ന്യായമാണ് പറയുന്നത്? കിഫ്ബി എന്ന് പറയുന്നത് ഇപ്പം പിച്ചപ്പാള എടുത്ത് നിൽക്കുന്ന അവസ്ഥയിലാണ് കിഫ്ബി നിൽക്കുന്നത്. അതും ജനങ്ങളെ പിരിയാൻ വേണ്ടി അടുത്തത് നോക്കുകയാണ്. വിരമിച്ച 10 or 14 ഉദ്യോഗസ്ഥന്മാരാണ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് അതിനകത്ത് കയറി താവളം പിടിച്ചിരിക്കുന്നത്. മറുവശത്ത് PWD പോലുള്ള സ്ഥാപനങ്ങൾ നിൽക്കുമ്പോഴാണ് റിട്ടയർ ചെയ്തതും വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത കൺസൾട്ടൻസികളെയും ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ച് അവർക്ക് ശമ്പളം ഒരു വശത്തോട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഈ അധിക ചെലവുകൾ നിമിത്തമാണ് ഇന്ന് കിഫ്ബി ഇപ്പോൾ തെരുവിലിറങ്ങേണ്ടി വന്ന സ്ഥിതി വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സർക്കാരിൻ്റെ ധൂർത്തിനെ നിയന്ത്രിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് വാരിക്കോരി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ അർഹതയുള്ളവർക്ക് ഇതൊന്നും തന്നെ കിട്ടാതെ പോവുകയും ചെയ്യുന്ന ദാരുണമായ അവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്നിട്ട് പറയുന്നതാണ് ഈ സർക്കാർ ഇടതുപക്ഷമാണ്, ഈ സർക്കാർ പാവങ്ങളോടൊപ്പമാണ്, ജനവികാരം മനസ്സിലാക്കിയാണ് പെരുമാറുന്നു എന്നൊക്കെ പറയുന്നു. എവിടെ ജനവികാരം, എവിടെ പാവപ്പെട്ടവരോടൊപ്പം?